ഹലോ ഗേയ്സ്, ഈ സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്തസ്റ്റി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ചിൽസ് കപ്പ് BGMA ഇവന്റ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓട്ടോബോട്സ് ഇതിന്റെ ചാമ്പ്യന്മാരായിരിക്കാണ്. പുതിയൊരു ലൈനപ്പ് ആയിട്ടാണ് ഓട്ടോബോട്സ് വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഈ ഒരു ലൈനപ്പ് ഓട്ടോബോട്സിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. ഇന്നലെ 70 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 183 പോയിന്റുമായിട്ടാണ് ഈ ഒരു ഇവന്റിന്റെ ചാമ്പ്യന്മാരായിട്ടുള്ള സെക്കൻഡ് ടീം അവി എത്തിയിരിക്കുകയാണ്. ഇന്നലെ അവർ 79 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 6ാം സ്ഥാനത്ത് നിന്നാണ് 2ാം സ്ഥാനത്തേക്ക് എത്തി 153 പോയിന്റ്. നമ്മളെ ഇൻസൈഡിൽ ഉണ്ടായിരുന്ന സ്കിപ്സ് ഒക്കെ ആയിരുന്നു ഈ ഒരു ലൈനപ്പിന് വേണ്ടി കളിക്കുന്ന സ്കിപ്സ്. വേറെ ലെവൽ പെർഫോമൻസ് ടീമിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു. ടീം അറ്റാക്കേഴ്സ് ആ ഒരു തേർഡ് പൊസിഷനിലേക്ക് എത്തി 5ാം സ്ഥാനത്ത് നിന്നും 132 പോയിന്റുമായിട്ട്. ടീം അവിയിലെ നമ്മളെ സ്കിപ്സ്, നമ്മളെ സോളൊക്കെ കളിച്ച ആ ഒരു സ്കിപ്സ് ആണ് ഈ ഒരു ഇവന്റിലെ MVP ആയിട്ടുള്ള 37 ഫിനിഷസ് സ്വന്തമാക്കിയിട്ടാണ്. ഇൻസൈനിലെ ആ ഒരു പ്രോപ്പർ ഡാർക്ക് ലോഡൊക്കെ നമുക്കിപ്പോൾ ടീം അവിയിലാണ് കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. സ്കിപ്സിന്റെ ഒക്കെ ഒരു കംബാക്ക് ആയിട്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് വരുന്ന ഒഫീഷ്യൽ ഇവന്റുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്സ് പുതിയൊരു ലൈനപ്പ് വെനം ഗെയിമിങ്ങിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഓർഗോ കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇപ്പതാ പ്രോപ്പർ ആയിട്ട് അവർ വെനം ഗെയിമിങ് ഫുള്ളി ഒരു ഓർഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളെ മെഡലി സ്പോർട്സിലേക്കാണ് സാരക്സും ആൻഡ് വെനം ഗെയിമിങ് ആ ഒരു ഫുൾ ലൈനപ്പ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ടീമിന് പ്രോപ്പർ ആയിട്ട് ബുട്ട് ക്യാമ്പ് സെറ്റപ്പുകളും സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും പ്രോപ്പർ ഒരു T1 ഓർഗിലേക്കാണ് ടീം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ നമ്മുടെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഓറമാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന. ഇന്നലെ 53 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടല് 3 ചിക്കണിനോട് കൂടി 117 പോയിന്റുമായിട്ടാണ് ആഷ് 1 പൊസിഷനിൽ ഫോറം നിൽക്കുന്നത്. സെക്കൻഡ് അലിബാബ റൈഡേഴ്സ് ഉണ്ട്. ഇന്നലെ 56 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 6ാം സ്ഥാനത്തു നിന്നുമാണ് 2ാം സ്ഥാനത്തേക്ക് ടീം എത്തിയിട്ടുള്ളത്. അവരും 3 ചിക്കണിനോട് കൂടി 93 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. തേർഡ് ഗോഡ്സ്വേ നിൽക്കുന്നുണ്ട് 87 പോയിന്റോടെ. 5ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത് 86 പോയിന്റോടെ. 8ാം സ്ഥാനത്ത് നമ്മുടെ മല്ലൂർഗായുള്ള റൈവർലി NRI നിൽക്കുന്നുണ്ട് 65 പോയിന്റോടെ. നമ്മൾ സാരക്സ് കളിക്കുന്ന വെനം ഗെയിമിംഗ് ഇന്നലെ 32 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടൽ 53 പോയിന്റോടെ 12ാം സ്ഥാനത്ത്. മെയിൻ ഗോളിലേക്ക് 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 47 പോയിന്റായിട്ട്. എന്ത് പറ്റി ഗോളിലേക്ക്? ആ ഒരു സീരിയസ്നെസ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാതായോ എന്ന് തോന്നുന്ന പോലെ ഉണ്ട്. കാരണം ഏറ്റവും ലാസ്റ്റിലേക്കാണ് കഴിഞ്ഞ റൗണ്ടിൽ നിന്നത്. ഈ ഒരു റൗണ്ടിലും ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫൈനൽസിലേക്ക് ടീം ക്വാളിഫൈ ആവാൻ ഒരു ചാൻസും ഇല്ലാത്ത അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇതിന്റെ MVP ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോബ്ലിൻ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഗോബ്ലിന്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 25 ഫിനിഷസുമായിട്ടാണ് ഗോബ്ലിൻ ആ ഒരു ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന. നമുക്ക് നോക്കാം MVP ഗോബ്ലിൻ ആവുമെന്ന്. ഇതിനകത്ത് ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് ആണ്. ഫൈനൽസിൽ ആര് MVP ആവും എന്നുള്ളതാണ് ആ ഒരു മെയിൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനിയും 2 ദിവസമുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകളാണ് ആ ഒരു ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പോൾ മാച്ചുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സ്കൈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ ഒരു സ്കൈ സ്പോർട്സിന്റെ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് ഹാക്കേഴ്സിനെ അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് കുറച്ച് ടീമിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെതിരെ ഹെക്ടറും സിദ്ധൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെക്ടർ പറഞ്ഞതിൽ ഏകദേശം 3ഓളം ടീമുകളാണ് സസ്പീഷ്യസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ചില ആൾക്കാർ പേരെടുത്ത് പറയുന്നത്, ഒന്ന് നമ്മളെ റൈവർലി NRI തന്നെയാണ്. ഈ BGI നമ്മളെ ഒഫീഷ്യൽ ഇവന്റിലും ഇതിനെതിരെ സസ്പീഷ്യസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ലാൻ ഇവന്റ് വരെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ലാൻ ഇവന്റിൽ 13ാം സ്ഥാനത്താണ് വിൻ ചെയ്തത്. ടീമിനെതിരെ ഒരു ഹാക്കിംഗ് പ്രൂഫ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. കാരണം ഒഫീഷ്യൽ ഇവന്റ് പ്രോപ്പറായിട്ട് കളിച്ചു. അവരെ ക്രാഫ്റ്റും പിടിച്ചിട്ടില്ല. ജസ്റ്റ് സസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു അലിഗേഷൻ മാത്രം ടീമിനെതിരെ ഉള്ളൂ. പ്രോപ്പറായിട്ട് ഒരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ അടുത്തൊരു ടീമാണ് ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ ടീം. ആ ഒരു ടീമിനെതിരെയും ഈ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത 3ാമത്തെ ടീമാണ് ബ്ലിറ്റ്സ് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ ടീം. ഈ ഒരു ടീമിനെതിരെയും ഒരുപാട് സസ്പീഷ്യസ് ആയിട്ടുള്ള കാണാനായിട്ട് സാധിക്കുന്നത്. സ്നേഹലും ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നേഹലിന്റെ സ്റ്റോറിയിൽ നമുക്ക് ഈ ഒരു പ്ലെയേഴ്സിന്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടീമിൽ നമ്മളെ ഗാലക്സി സ്പോർട്സ് നമ്മളെ ബ്ലൈൻഡിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ടീമുണ്ടായിരുന്നു. നോവ, സൗരവ് പറഞ്ഞ ആ ഒരു ലൈനപ്പ്. ആ ഒരു ടീമിനെതിരും ഹാക്കിംഗ് അലിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൈൻഡിൽ കളിച്ച ആ ഒരു സൗരവാണ് ഇപ്പോൾ ബ്ലിറ്റ്സിൽ കളിക്കുന്നതെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഫോട്ടോ റിവീൽ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു സൗരവിന്റെ ഫോട്ടോയും ബ്ലിറ്റ്സിലെ പ്ലെയറുടെ ഫോട്ടോയും മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയർ സൗരവ് എന്നുള്ള പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ ബ്ലിറ്റ്സിൽ കളിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വന്തം പേര് മാറ്റി കളിക്കേണ്ട ആവശ്യം എന്ന് നിങ്ങളൊന്ന്
ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പ്ലെയർ LNC വൈപ്പർ എന്ന് പറഞ്ഞൊരു പ്ലെയർ പേര് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ബ്ലിറ്റ്സിൽ ഡാസ്ലർ എന്ന് പറഞ്ഞ പേരിൽ കളിക്കുന്നത്. ഇവർ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് ചേഞ്ച് ചെയ്ത് കളിക്കേണ്ട ആവശ്യം? ഇതിനു മുന്നേ ഈ ഒരു ടീം പ്ലെയേഴ്സിനെതിരെ ഹാക്കിംഗ് അലിഗേഷനും സസ്പീഷ്യസ് ആയുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇവർ ഇനി പേര് മാറ്റി കളിക്കുന്നത്, അതോ പ്രോപ്പറായിട്ട് ഇവർ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഒഫീഷ്യൽസും അല്ലെങ്കിൽ സ്കൈ സ്പോർട്സ് മാനേജ്മെന്റ് തന്നെ തീരുമാനിക്കണം. എന്തായാലും കറന്റ് ടീമിനെതിരെ ഈ ഒരു ടീമുകൾക്കെതിരെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രോപ്പറായിട്ട് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒഫീഷ്യൽ ഇവന്റ് വരുന്നുണ്ട്, അതിലേക്ക് എന്താവും അവസ്ഥകൾ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ഡിസൈൻ വരെ ബൈ ഗൈസ്.